നിരവധി വേഷങ്ങൾക്ക് പകരം മറ്റൊരാളെ ചിന്തിക്കാൻ കൂടി കഴിയാത്ത രീതിയിൽ പ്രാണൻ പകർന്നു കൊടുത്ത നടനാണ് തിലകൻ. കലാപങ്ങളും കലഹങ്ങളുമായി ജീവിച്ചിരിക്കുന്ന കാലമത്രയും സിനിമയ്ക്ക് പുറത്തും ശ്രദ്ധ നേടിയ റാന്നിക്കാരൻ. കഥയുടെ അന്ത്യം എങ്ങനെയെന്ന് ആശങ്കയിലായ ഒരു എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും മുന്നിൽ പകരം മറ്റൊന്ന് ചിന്തിക്കുവാൻ പറ്റാത്ത രീതിയിൽ മനോഹരമായി ക്ലൈമാക്സ് ഉണ്ടാക്കിക്കൊടുത്ത ചരിത്രവുമുണ്ട് നമ്മുടെ തിലകന്. ആ ക്ലൈമാക്സ് ആവട്ടെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ക്ലൈമാക്സുകളിൽ ഒന്നായി മാറി. സിനിമ സൂപ്പർ ഹിറ്റും. സ്നേഹവും പകയും നിസ്സഹായതയുമൊക്കെ ചേർന്ന് ഒഴുക്കിക്കൊണ്ടുപോകുന്ന കുറച്ച് സാധു മനുഷ്യരുടെ കഥ പറഞ്ഞ ചിത്രം. അതിലെ സ്നേഹനിധിയും ആദർശധീരനുമായ പോലീസ് ഉദ്യോഗസ്ഥനായ അച്ഛൻ്റെ വേഷം ആര് ചെയ്യും എന്ന ചോദ്യം കഥാകാരനും സംവിധായകനും ഉണ്ടായില്ല. ആ കഥാപാത്രത്തിൻ്റെ ശ്വാസനിശ്വാസങ്ങൾ പോലും തിലകൻ്റേതായിരുന്നു. അവർ കഥയും കഥാപാത്രവും തിലകൻ്റെ മുന്നിൽ വിവരിച്ചു. തിലകനും ഇഷ്ടപ്പെട്ടു. പക്ഷേ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്ന കാലയളവിൽ തിലകന് ഡേറ്റ് ഒഴിവുണ്ടായിരുന്നില്ല. അദ്ദേഹം ജയറാമും ജഗതി ശ്രീകുമാറും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വർണ്ണം എന്ന സിനിമയിൽ അഭിനയിക്കുകയാണ്. എൻ്റെ പൊന്നുചേട്ട, ഒരു നിബന്ധനയുമില്ല. ആ തീയതികളിൽ ചേട്ടൻ്റെ സമയവും സൗകര്യവും പോലെ വന്ന് അഭിനയിച്ചാൽ മതി, ഞങ്ങൾ കാത്തിരിക്കാം, സംവിധായകൻ പറഞ്ഞു. തിലകൻ ഗാഢമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് നോക്കി. തൻ്റെ മുന്നിലിരിക്കുന്നത് സിബി മലയിലും ലോഹിതദാസുമാണ്. ഫീൽഡ് ഔട്ടാകും എന്ന് കരുതിയ മമ്മൂട്ടിയെ തനിയാവർത്തനം എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന അപൂർവ കോമ്പിനേഷൻ. മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത പല അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടും സമ്പന്നമായ പ്രമേയം. ശരി, പക്ഷേ വർണ്ണത്തിനാണ് ഞാൻ ഡേറ്റ് കൊടുത്തത്. അതുകൊണ്ട് എപ്പോഴും പ്രിയോറിറ്റി അതിന് തന്നെയായിരിക്കും. പിന്നെ മറ്റൊരു നിർബന്ധവും പറയരുത്. സിബിയും ലോഹിയും സമ്മതിച്ചു. അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. അവർ പടിയിറങ്ങി. ഒരുപക്ഷെ അപ്പോൾ മുതൽ തന്നെ തിലകൻ ആ കഥാപാത്രത്തിനെ തൻ്റെ വരുതികളിൽ സന്നിവേശിപ്പിക്കുവാനുള്ള ശ്രമം തുടങ്ങിയിരിക്കണം. യുവത്വവും സൗന്ദര്യവും കൊണ്ടും സംശുദ്ധമായ ഭാവപ്രകടനങ്ങൾ കൊണ്ടും നായകനായ മോഹൻലാൽ മകൻ കഥാപാത്രത്തെ അഭിനയിച്ച് ഫലിപ്പിക്കുമ്പോൾ അച്ഛനായി തിലകൻ നായകന് വെല്ലുവിളിയാകുന്ന പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ പലപ്പോഴും തിലകനു വേണ്ടി ലാൽ ഉൾപ്പെടെയുള്ള നടീനടന്മാർക്ക് കാത്തിരിക്കേണ്ടി വന്നു. ആ ലൊക്കേഷനിൽ ഏറ്റവും വിലയുള്ള താരം താനാണെന്ന ബോധ്യം തിലകൻ ചൂഷണം ചെയ്യുകയാണെന്ന് സിബിക്കും ലോഹിക്കും തോന്നി. അയാൾ കാറിൽ ഇരച്ചെത്തി ചാടിയിറങ്ങും. എന്തെങ്കിലും വൈകിയാൽ ഇതുവരെ ആയില്ലേ, ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ക്ഷുഭിതനാകും. പക്ഷേ എല്ലാവരും സഹിച്ചു. സിനിമയുടെ അവസാന ഭാഗം നായകനായ മോഹൻലാലിൻ്റെ സേതുമാധവൻ എന്ന കഥാപാത്രം വില്ലനായ കീരിക്കാടൻ ജോസിനെ കുത്തിമലർത്തുന്നതാണ്. ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന ദിവസവും തിലകൻ ധൃതിപ്പെട്ട് ലൊക്കേഷനിലേക്ക് ഓടിയെത്തി. പക്ഷേ കഥയുടെ ക്ലൈമാക്സ് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ലോഹിക്ക് ഒരു പിടിയുമില്ല. കീരിക്കാടനെ കൊല്ലുന്നതുവരെ ഓക്കെയാണ്. പക്ഷേ സേതുമാധവൻ എന്ന സാധു മനുഷ്യൻ അങ്ങേയറ്റം വിഭ്രാന്തിയിൽ ചെയ്തു പോകുന്ന ഒരു കൊലയാണത്. അയാളത് കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല. കൊലപാതകത്തിന് ശേഷം എങ്ങനെ സിനിമ അവസാനിപ്പിക്കണം? നിലത്ത് കുത്തിയിറക്കിയ കത്തിയുമായിരിക്കുന്ന സേതുമാധവനെ പോലീസ് പിടിച്ചെഴുന്നേൽപ്പിച്ച് വിലങ്ങ് വയ്ക്കുന്നു. തിലകൻ കഥാപാത്രം തൻ്റെ സകല മോഹങ്ങളും നഷ്ടമായ ദുഃഖത്തിൽ പൊട്ടിക്കരയുന്നു. അങ്ങനെ പോരെയെന്ന് സിബി ചോദിച്ചു. ലോഹിക്കത് പോരാ. അത് പതിവ് ക്ലീശയാണ്. അതിൻ്റെ ക്ലൈമാക്സ് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കണം. ലോഹി ഒരിടത്തേക്ക് മാറിയിരുന്ന് തന്നിലേക്ക് തന്നെ ഇറങ്ങിത്തുടങ്ങി. തിലകൻ ചേട്ടൻ വരുമ്പോൾ ക്ലൈമാക്സ് ഇല്ലെങ്കിൽ അങ്ങേര് കത്തിയെടുത്ത് നമ്മളെ തന്നെ കുത്തും. സിബി ആശങ്കയും തമാശയും പങ്കുവച്ചു. പറഞ്ഞു തീർന്നതും ബ്രേക്ക് പൊട്ടിയതുപോലെ തിലകൻ്റെ കാറ് പാഞ്ഞു വന്നു. ഡോറൊക്കെ തള്ളി തുറന്ന് തിലകൻ പുറത്തു ചാടി. എവിടെ സ്ക്രിപ്റ്റ്, എവിടെ, നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് തിലകൻ ഒരുമ്പെട്ട് നിന്നു. ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. മോഹൻലാൽ തിലകൻ്റെ തോളിൽ തൊട്ട് വിളിച്ച് കാര്യം പറഞ്ഞു. ഇത് ക്ലൈമാക്സ് അല്ലേ, അത് ഏറ്റവും മികച്ചതാക്കണ്ടേ? മോഹൻലാൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. തിലകൻ ലോഹിയെയും സിബിയെയും മാറി മാറി നോക്കി. എന്നിട്ട് ലോഹിയോട് ചോദിച്ചു, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? അറിഞ്ഞിട്ട് ഇയാൾ എന്ത് കാട്ടാനാ എന്ന മട്ടിൽ ലോഹിതദാസ് സിബിയെ ഒന്ന് നോക്കി. അത് ചോദിക്കാനുള്ള ധൈര്യം അവർക്ക് രണ്ടുപേർക്കും ഇല്ല. തുടർന്ന് സിബി കാര്യങ്ങൾ വിശദീകരിച്ചു. തിലകൻ ലോഹിയുടെ അടുത്ത് കിടന്ന ഒരു കസേര ഒന്ന് വലിച്ചു നീക്കിയിട്ടിട്ട് അതിലിരുന്നു ചൂണ്ടുവിരൽ ചുഴറ്റി ആലോചന തുടങ്ങി. ലോഹി സിബിയെ അർത്ഥഗർഭമായി ഒന്ന് നോക്കി.
സ്ക്രിപ്റ്റിൽ കയറി ചുരണ്ടിയാൽ എൻ്റെ സ്വഭാവം മാറും. കുറച്ചു സമയത്തിന് ശേഷം തിലകൻ്റെ മുഖം പ്രസന്നമായി. വില്ലനെ കൊന്നിട്ട് കത്തി ഉയർത്തി നിൽക്കുന്ന മകനോട് അച്ഛൻ അത് താഴെയിടാൻ പറയുന്നു. തിലകൻ തൻ്റെ ക്ലൈമാക്സ് അവതരിപ്പിച്ചു തുടങ്ങി. അതൊക്കെ, പക്ഷേ അങ്ങനെ പറഞ്ഞാൽ കത്തി താഴെയിടാവുന്ന അവസ്ഥയിലല്ല അയാൾ. ലോഹി വിസമ്മതിച്ചു. അങ്ങനെ പറഞ്ഞാൽ ഇടണ്ട, അത് 4 രീതിയിൽ ഞാൻ പറയാം, തിലകൻ പറഞ്ഞു. തുടർന്ന് കത്തി താഴെയിടട എന്ന ഡയലോഗ് 3 രീതിയിൽ പറഞ്ഞു കേൾപ്പിച്ചു. ആദ്യത്തേത് പോലീസുകാരൻ്റെ കർശന സ്വരം, രണ്ടാമത്തേത് സംശയവും ആത്മവിശ്വാസവുമില്ലാതെ, മൂന്നാമത്തേത് ഒരു യാചന പോലെ, അതിനുശേഷം ഏറ്റവും അവസാനമായി നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെയിടടാ എന്ന്. എല്ലാം തകർന്നുള്ള പറച്ചിൽ. അതിൽ നായകൻ നിസ്സഹായനായി കത്തി താഴെയിടുന്നു. ലോഹിതദാസിൻ്റെ കണ്ണുകൾ വികസിച്ചു. ഈ മുരട്ട് തലയിൽ ഇത്ര ഭാവനയോ? പിന്നെ ഒന്നും ആലോചിച്ചില്ല. അതേ ക്ലൈമാക്സിൽ ആ സിനിമ പൂർത്തിയാക്കി. അങ്ങനെ മലയാളത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട സിനിമകളിലൊന്നായി കിരീടം പുറത്തിറങ്ങി. കിരീടം സിനിമയിൽ തന്നെ ഈ കീരിക്കാടനെ ഒന്ന് കാണണമല്ലോ എന്ന് ജഗതി പറയുമ്പോൾ എന്തിനാ എന്ന് തിലകൻ ചോദിക്കുകയും വെറുതെ ഒന്ന് കാണാനാണ് എന്ന് ജഗതി മറുപടി പറയുന്നതുമായ ഒരു രംഗമുണ്ട്. ലോഹിതദാസിനോട് തിരക്കഥ ഇപ്പോൾ എവിടെ വരെയായി എന്ന് തിലകൻ തിരക്കിയ സംഭവവും അതിന് ലോഹിതദാസിൻ്റെ മനസ്സിലുണ്ടായ അറിഞ്ഞിട്ട് എന്തിനാണ് എന്ന ആത്മഗതവുമാണ് ഈ രംഗം സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ളത് എന്ന് പറയപ്പെടുന്നു. ഇനിയും ഇത്തരം വിശേഷങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.